പറയാണ് നിരാശയും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത അജണ്ടയിലും ചേർക്കാം. ഇനി എന്താ ചെയ്യണമെന്നുള്ള വാക്യം ഒരു റീയൂണിയനിലും ചോദിക്കാൻ പാടില്ല. കാരണം നമുക്കറിയാലോ, ഭാഗ്യം കൂടി ഈ ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എല്ലാവരും പറഞ്ഞ പോലെ 30, 35, 36, 37 വയസ്സായിട്ട് ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നല്ല ജോലി ഉണ്ടാവും. ചിലപ്പോൾ നന്നായി പഠിച്ചിട്ടും ജോലിയിലെത്താൻ സാധിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും. അവരെ താങ്ങായും തണലായും കൊണ്ടു നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അവർക്ക് നിരാശകൾ ഉണ്ടാക്കാതിരിക്കുക, അവർക്ക് പ്രചോദനം കൊടുക്കുക. ഈ പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു റീയൂണിയനുകളൊക്കെ നമ്മൾ നടത്തുന്നത്. കാരണം ഇതിൽ എത്തിപ്പെടാൻ പറ്റാത്തപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നും കുറേ കുട്ടികൾ ചിലപ്പോൾ വരാതിരിക്കുന്നതും ചിലപ്പോൾ അങ്ങനെയുള്ള കുറേ നിരാശകളായിരിക്കാം ചിലപ്പോൾ. എന്നിരുന്നാലും ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പ്രിയങ്കയും ഞാൻ ഒരുമിച്ച് അങ്ങനെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കുറേ കുട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട് മാഷേ, കുറേ ആൾക്കാർ പുറത്താണ്, അവർക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഗീതത്തിൽ പറഞ്ഞ ഈ ഒരു സാഹചര്യം പറഞ്ഞു, രജിസ്റ്റർ നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് കുറേ കുട്ടികളെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു.